കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങ് ശക്തി മഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേലങ്ങ് കൃപ വർദ്ധമാനമാക്കണമേ. അങ്ങനെ അങ്ങ് വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളാക്കാനിടയാക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളിപ്പുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനേവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ നിന്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് അമിതായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളിപ്പുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർശിശിക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാനൊരുങ്ങി. അവൻ ജോപ്പായിലെത്തി അവിടെ താർശിശിയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി. അങ്ങനെ താർശിശിയിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്നവൻ കരുതി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. കടൽ ക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നു? എന്താണ് ഇതിൻ്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരു പക്ഷേ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ നറുക്കെടുക്കാം. അവർ നറുക്കിട്ടു. യോനായ്ക്ക് നറുക്കു വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏത് ജനതയിൽപ്പെടുന്നു? അവൻ പറഞ്ഞു, ഞാനൊരു ഹെബ്രായനാണ്. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിയൊളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. അവർ അവനോട് പറഞ്ഞു, കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്കെറിയുക. അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. കപ്പൽ കരയ്ക്കടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവ്വധികം ക്ഷോഭിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ,
ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ. നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. കർത്താവെ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്കെറിഞ്ഞു. ഉടനെ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ച നേർക്കുകയും ചെയ്തു. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന 3 രാവും 3 പകലും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു. അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. കർത്താവെ, കർത്താവേ, അങ്ങ് എൻ്റെ ജീവനെ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. കർത്താവെ, കർത്താവേ, അങ്ങ് ജീവനെ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അവിടുന്ന് എന്നെ ആഴത്തിലേക്കും സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. കർത്താവെ, കർത്താവേ, അങ്ങ് ജീവനെ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസനായിരുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? കർത്താവെ, കർത്താവേ, അങ്ങന്റെ ജീവനെ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരിവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. കർത്താവെ, കർത്താവേ, അങ്ങന്റെ ജീവനെ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരന് നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറൂക്കയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ നിയമജ്ഞൻ്റെ ചോദ്യം, നല്ലവനായ ഗുരു,
നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം? ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം? അതാണ് ഇന്നത്തെ ഇതിൽ ഗുരു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അത് ലൂക്ക 10:25. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യത്തിൽ യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവനോട് കൽപ്പനകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഗുരു ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പാലിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവൻ തിരിച്ചു പോകും. ഇന്നത്തെ സുവിശേഷത്തിൽ എന്തൊക്കെയാണ്, നീ എന്താണ് വായിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം അവൻ പറയും, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ജീവിക്കും. അത് നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ ഇവൻ ഈ നിയമജ്ഞൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് അയൽക്കാരൻ? അതിന് പറയുന്നത് അത് 29-ാമത്തെ വാക്യമാണ്. ലൂക്ക 10:29. തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഇത് നിത്യജീവൻ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മറ്റവനാണ് തമ്മിൽ ഭേദം തോന്നുകയാണ്. ധനികൻ അവൻ തിരിച്ചുപോയി, അവനെ കൊണ്ട് പറ്റാത്ത പണിയാണ്, അവൻ തിരിച്ചുപോയി. നമുക്ക് പറ്റും, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. നമുക്കത് സാധിക്കും, നമ്മളത് ചെയ്യുന്നില്ല. നമ്മളതങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ പോവും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറയും. അതാണ് നമ്മളിങ്ങനെ അമ്മ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതിന് വേറൊരു കാര്യം പറയും. നമുക്കെപ്പോഴും ന്യായീകരണങ്ങളും സാധൂകരിക്കുന്ന വർത്തമാനങ്ങളുമുണ്ട്. അത് നമ്മൾ അത്ര അങ്ങ് രക്ഷപ്പെടുത്തിയല്ല. അതാണ് ഇന്നത്തെ സുവിശേഷം. നിയമജ്ഞൻ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് സ്കിപ്പ് ചെയ്ത് കളയും, ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയും. നിത്യജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ഇവരുടെ ചോദ്യം എന്താ? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അപ്പം ഈ എല്ലാം അറിയാം, പക്ഷേ ഈശോയെ പൂർണ്ണമായിട്ടങ്ങ് ഉൾക്കൊള്ളാൻ അത് സാധ്യമല്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. കാരണം ഈശോയെ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ മാറ്റം വരുത്തി പോകാൻ എന്നെ കൊണ്ട് പറ്റുകയാണ്. ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിൽക്കാം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പോവാം. അതാണ് നമ്മുടെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ്. കുറച്ച് പാപം, കുറേ ഈശോ, കുറച്ച് പാപം, അല്ലെങ്കിൽ കുറേ പാപം കുറച്ച് ഈശോ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ കുർബാന മധ്യേ ഫോട്ടോ എടുക്കുന്നത്, പ്രത്യേകിച്ച് ഫ്ലാഷൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അത് ലോകാരൂപി ഇതിൻ്റെ അകത്തേക്ക് കയറ്റിവെക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ മറിയവും യോഹന്നാനും നിന്നതുപോലെയാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ നമ്മൾ അനങ്ങാതെ നിൽക്കും. ഒരു വീഡിയോ പോലും എടുക്കില്ല, നമ്മൾ ഒരു ഫോട്ടോ എടുക്കില്ല, സംസാരിക്കില്ല. കാരണം നമുക്കിത് മനസ്സിലായിട്ടില്ല. അതാണ്, നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് അത് സ്വന്തമാക്കാൻ പറ്റുകയില്ല. കാരണം നമുക്ക് പല ന്യായങ്ങളുമുണ്ട്. ഹൃദയത്തിലേക്ക് പതിപ്പിക്കുന്നതിന് പകരം നശിച്ചു പോകുന്ന ക്യാമറയിലേക്കാണ് പതിപ്പിക്കുന്നത് പലതും. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്യാമറയിൽ പതിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നശിച്ചു പോകുന്നത് നമ്മൾ ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അതാ അപ്പോൾ ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്തത്. അപ്പോൾ ഒരു ശുശ്രൂഷകനെ ഡിസ്റ്റർബ് ചെയ്യാവോ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണത്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കണം. കൂദാശകളിലൂടെ നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ട്. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക്. അതായത് കുർബാന അർപ്പിക്കുമ്പോൾ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ മറിയം നിന്നതുപോലെയുള്ള അനുഭവമാണ്. മറിയം എങ്ങനെയാണ് ഈശോയെ ആരാധിച്ചത്? കുരിശിൻ ചുവട്ടിൽ നിന്ന് ആ ശരീരം മടിയിലേക്ക് വാങ്ങി. അതുപോലെ നമുക്ക് അവസരമുണ്ട്. അത് കൗദാശികമായിട്ടാണ്. നേരിട്ട് ആ കാൽവരി പോയി നിൽക്കാൻ നമുക്കിനി ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അതേ ഇഫക്റ്റാണ്. നമുക്കിത് കൂദാശകളിലൂടെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്.
പക്ഷേ നമ്മളത് സ്വന്തമാക്കുന്നില്ല. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ എന്ന സ്വത്ത് സ്വന്തമാക്കി വീട്ടിൽ ജീവിക്കേണ്ടതിന് പകരം ഇളയവൻ അപ്പൻ്റെ കയ്യിൽ ഒരംശം, ഒരു ലൗകികമായ വസ്തുക്കളായ സ്വത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൻ എന്ന സ്വത്ത് വേണ്ട. നമുക്കെപ്പോഴും രോഗം മാറണം, അത് കിട്ടണം, ഇത് കിട്ടണം. ഈശോ എന്ന സ്വത്ത് വേണ്ട. ഈശോ എന്ന സ്വത്ത് നമുക്ക് വേണ്ട. അതാണ് നമുക്ക് തന്നിരിക്കുന്ന അവകാശം. പക്ഷെ അവകാശം അത് അനുഗ്രഹമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ നമുക്കത് വേണ്ട. നമുക്ക് കുറച്ച് ഈശോ മതി, ബാക്കി നമ്മുടെ ലോകത്തിൻ്റെ കാര്യങ്ങൾ. അതാണ് നമ്മളത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നീട് അവൻ തിരിച്ചു വരും. വീട്ടിൽ അപ്പൻ്റെ കൂടെ താമസിച്ചവന് അപ്പൻ എന്ന സ്വത്തിനെ സ്വന്തമാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞു, ഞാൻ എത്ര കാലമായി നിനക്ക് ദാസവേല ചെയ്യുന്നു. നമ്മളും പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും, എത്ര നാളായി ഞാൻ പള്ളി വന്നത്, എനിക്കൊരു കൊച്ചിനെ തന്നില്ല, ഞാൻ എത്ര നേർച്ച നേർന്നു, എത്ര കുർബാന സ്വീകരിച്ചു, എനിക്കൊന്നും തന്നില്ല, ഞാൻ ഇനി പള്ളി വരുന്നില്ല. നമ്മളും പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. അപ്പോൾ ഇതിലും ഈ ഒരു അനുഗ്രഹം, അത് നല്ല കള്ളനും ധൂർത്തപുത്രനും ഒക്കെ ഈ അവകാശമുണ്ടല്ലോ, ഈശോ എന്ന അവകാശത്തെ സ്വന്തമാക്കി, അത് പൂർണ്ണമായിട്ട് സ്വന്തമാക്കി, ഭാഗികമായിട്ടല്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് പോയതവരല്ല. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത. ദൈവസാന്നിധ്യം തിരിച്ചറിയുക, ദൈവസാന്നിധ്യത്തോടൊത്ത് നമ്മുടെ നടപടികളെ ക്രമീകരിക്കുക. അതാണ് ആത്മീയത. കുറെ കൊന്ത ചൊല്ലുമ്പോഴേക്കും, ഇപ്പോൾ കൊന്തമാസമല്ലേ, കുറേ കൊന്ത ചൊല്ലുന്നുണ്ട്, പക്ഷെ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നില്ല. ദൈവസാന്നിധ്യത്തിൽ പോലും അല്ല, ദൈവവിചാരത്തിൽ പോലും അല്ല കൊന്ത ചൊല്ലുന്നത്. എങ്ങനെ നടപടി ഉണ്ടാകാനാ? അതാണ്. അപ്പം ഈ കവർച്ചക്കാരൻ മൂന്ന് ആറ്റിറ്റ്യൂഡാണ്. കവർച്ചക്കാരൻ്റെത്, ഇപ്പം നമ്മളിങ്ങനെ നേർച്ച, ഇവിടെ മാതാവിന് തൊട്ടുമൊത്താൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കുർബാനയ്ക്ക് ശേഷം ശനിയും ഞായറും ഭയങ്കര തിരക്കാണ്. എനിക്കിടണം, എനിക്ക് തൊട്ടുമുത്തണം, വേറെ ആരും തൊട്ടുമുത്തണ്ട. നിങ്ങൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള തിരുശേഷിപ്പിൻ്റെ അത് കണ്ട് പ്രാർത്ഥിച്ചവരൊന്ന് കരമുയർത്താവോ? തിരുശേഷിപ്പ് കണ്ടവരും, ഒരു തിരുശേഷിപ്പ് നഷ്ടപ്പെട്ടു പോയി, കട്ടുകൊണ്ടുപോയി. അന്തോനീസ് പുണ്യവാളൻ്റെ ഒരു തിരുശേഷിപ്പ് കട്ടുകൊണ്ടുപോയി. അത് അവർ 88 സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച സംഭവമാണ്. വേളാങ്കണ്ണിയിൽ അത് 89ാമത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇനി എത്രയോ സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിക്കണം. ഇപ്പോൾ അവരുടേത് എനിക്ക് വേണം. കട്ടുകൊണ്ട് പോയിട്ട് എന്ത് കിട്ടുക? കട്ടുകൊണ്ട് പോയ ആറ്റിറ്റ്യൂഡൊന്ന് ചിന്തിച്ച്, ഇങ്ങനെയാണോ അനുഗ്രഹം അവകാശമാക്കുന്നത്? പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നതാണോ? അതാണ്. അത് നമ്മൾ കവർച്ചക്കാരൻ. നമുക്കുണ്ട് ആ ആറ്റിറ്റ്യൂഡുണ്ട്. എനിക്ക് വേണം. കുമ്പസാരിക്കാൻ നിൽക്കുമ്പോൾ പോലും ഇട്ടിപ്പിടിച്ച് കുമ്പസാരിക്കുക. ഞാനാണ് ആദ്യം വന്നത്, ഇട്ടുപിടിച്ച്. നമ്മൾ രൂപമൊത്താൻ നിൽക്കുമ്പോൾ എനിക്ക് വേണം, നീ മൊത്തണ്ട, ഞാൻ കഴിഞ്ഞിട്ട് മതി നീ. അതുണ്ട്, നമുക്കുണ്ട്. എല്ലാ കാര്യത്തിലും അതുണ്ട്. എനിക്ക് കിട്ടണം, എനിക്കും എൻ്റെ കുടുംബത്തിനും. മറ്റുള്ളവരെ തള്ളി മാറ്റിയിട്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അനുഗ്രഹം, ബ്ലെസ്സിങ്, അത് നമുക്കുണ്ട്. അത് ഏത് വിധത്തിലാണ്, ഏത് മേഖലയാണ് നമ്മൾ ചിന്തിക്കണം. ഇനി ലേവായനും പുരോഹിതനും, അതൊരു പ്രശ്നമാണ്. ഇതൊന്നും കണ്ടിട്ട് നമ്മളെ ബാധിക്കാത്ത കണക്ക് നിൽക്കുക. അതിനെ നിസ്സംഗത എന്ന് പറയും. ഒരു അനുഗ്രഹം, കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്, എല്ലാം ഉണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കില്ല, എനിക്കിതൊന്നും പറ്റുകയില്ല. ഇൻഡിഫറൻസ്. അത് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരും. അതായത് പള്ളിയിൽ പോകണം, എല്ലാം അറിയാം, മാമോദീസ സ്വീകരിച്ചവരാണ്, വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചവരാണ്, പക്ഷേ പള്ളി പോകില്ല, ബൈബിൾ എടുത്ത് വായിക്കില്ല, പ്രാർത്ഥിക്കില്ല, കൊന്ത ചൊല്ലില്ല. ഇതൊന്നും നമ്മളെ യേശുകയില്ല. എല്ലാത്തിനും മാറി നിൽക്കുക. അത് ദൈവസാന്നിധ്യം അറിയാനായിട്ടുള്ള വഴികളാണ്. ഇനി 3-ാമത്തെ കൂട്ടത്തിലാണ് സമരിയക്കാരൻ വരുന്നത്. യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ്. അതായത് എൻ്റേത് എനിക്ക് മതി എന്ന് പറയുന്നതാണ് ഉദാസീനത. നിൻ്റേതെല്ലാം എനിക്ക് വേണമെന്ന് പറയുന്നതാണ് കവർച്ചക്കാരൻ. എൻ്റേത് നീ എടുത്തോ എന്ന് പറയുന്നതാണ് സമരിയക്കാരൻ. എൻ്റേത് നീ എടുത്തോ, എൻ്റെ ജീവൻ, എൻ്റെ രക്തം, എൻ്റെ എല്ലാം നീ എടുത്തോ, എൻ്റെ മുറിവുകൾ നിനക്ക് സൗഖ്യമാണ്, എൻ്റെ വേദന നിനക്ക് സൗഖ്യമാണ്. ഈശോ പറയുക, ഇതെല്ലാം നീ എടുത്തോ. എല്ലാം തന്നിട്ടും, എല്ലാം തരുന്ന കർത്താവിൻ്റെ കൂടെ നിന്നിട്ടും നമുക്ക് മാത്സര്യങ്ങൾ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അത് പറയുന്നത് ഇപ്രകാരമാണ്:
മൂന്നാമത്തെ വാക്യം, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഫിലിപ്പിയർ 2:5, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ. എൻ്റേതെല്ലാം നിൻ്റേത് എന്ന് പറയുന്ന മനോഭാവം അതുണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ അതാണ് കർത്താവ് പറയുന്ന നല്ല സമരിയക്കാരൻ, നല്ല അയൽക്കാരൻ. അതാണ് നിത്യജീവൻ അവകാശമാക്കാൻ ദൈവം നമുക്ക് തരുന്ന വഴി. അതാണ് എൻ്റേതെല്ലാം നിനക്ക് കർത്താവേ, എൻ്റേതെല്ലാം നിനക്ക് എന്ന് പറയുന്ന മനോഭാവം ഉണ്ടാകട്ടെ. മറിയം അതാ ചെയ്തത്, എൻ്റെ എല്ലാം നിനക്ക്. ഇതാ കർത്താവിൻ്റെ ദാസി. ഇന്നലെയും കണ്ടു, അടിമ എവിടെയാണ്, അടിമ എവിടെയാണെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇനി ഒരു അടിമ സമർപ്പണം ചെയ്യേണ്ട കാര്യമുണ്ടോ? കുംഭസാരത്തിലൂടെ, മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവിന് അടിമ വെച്ചവരല്ലേ. എന്നിട്ട് ഇനി വേറൊരു അടിമ നമുക്ക് വേണോ? കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് കൂദാശ ഉടമ്പടി എടുത്തവരല്ലേ. എന്നിട്ട് വേറെ ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ? കൂദാശകളിലൂടെയുള്ള ഉടമ്പടി. അപ്പോൾ അതാണ് നമുക്കിനി കർത്താവിനോട് ഇങ്ങനെ തന്നെ പറയാം, കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി, അങ്ങയുടെ വാക്ക് എന്നെ നിറവേറട്ടെ. ഇത് പ്രാർത്ഥിക്കാനും അങ്ങനെ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, എൻ ഹൃദയം ബലഹീനമാകുമ്പോൾ, നീ വരേണേ ശക്തിയേകും ബോധ്യമായി ഇടറാതെ എൻ നാഥനെ നീ വഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ കൂടെ, കർത്താവെന്ന സ്വത്ത് അത് അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതിതുവരെ സ്വന്തമാക്കിയിട്ടില്ല. അത് സ്വന്തമാക്കാനുള്ള കൃപ. ധൂർത്തപുത്രൻ തിരിച്ചു വന്ന് വേറൊന്നും ചോദിക്കാതെ പിതാവെന്ന സ്വത്തിനെ സ്വന്തമാക്കിയതുപോലെ പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറവ് വെച്ച് എനിക്കെൻ്റെ ഉള്ളിൽ കിട്ടിയ ഈശോ മതി എന്ന് പറഞ്ഞ് അവസാനം വരെ ജീവിച്ച പോലെ ഈശോയെ സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവവും കാൽത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സാമോദമാ. സ്നേഹപൂർവം നൽകുന്നു നാദ സർവവും കാൽത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സാമോദമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിനും അതുവഴി സകല അനുഗ്രഹങ്ങളുടെ ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നതിനുമിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന്
നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശിയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തെ